ഞാൻ ആക്ച്വലി ഒരു മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അങ്ങനെയൊക്കെ. ആംബെയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഏകദേശം 70,000 പേരെ അഡ്രസ്സ് ചെയ്തൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു, കൊച്ചി ജവഹർലാൽ സ്റ്റേഡിയത്തിൽ. എനിക്ക് തോന്നുന്നത് ഒരു എപ്പോഴും മനസ്സിന് ഇപ്പോഴും ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് തരുന്ന മൊമെൻ്റാണ്. നമ്മൾ ശരിക്കും ലോകത്തിൽ പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു കഴിയുമ്പോഴേ മലയാളികൾ പ്രത്യേകിച്ചും കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ ഈ നാടിൻ്റെ മഹത്വം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം ജീവിക്കാൻ, ബിസിനസ്സൊക്കെ മാറ്റിവെക്കുക, ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം വേറെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എപ്പോഴും പ്രാക്ടിക്കൽ ആവുമെന്നൊന്നും എനിക്കറിയില്ല. ഈ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറുള്ള ഒരു ഓർഗനൈസേഷനിൽ ഒരു വർഷമെങ്കിലും വർക്ക് ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന സ്റ്റാർട്ടപ്പുകളിൽ സക്സസ് റേഷ്യോ കൂടുതലാണ്.